നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കഴിഞ്ഞ ദിവസം പാലക്കാട് പോകുന്ന വഴി മണ്ണാർക്കാട് എത്തിയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, അതല്ലെങ്കിൽ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയെ മണ്ണാർക്കാട് മദർ കെയർ എന്ന് പറയുന്ന ആശുപത്രിയിൽ കയറി കാണാനിടയായി. ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇവിടെ കാണിക്കുകയാണ്. നോക്കൂ, വെറും 24 വയസ്സുള്ള ഒരു പയ്യനാണ്. ഗോകുൽ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടിയുടെ അമ്മയെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ ചേച്ചി സിംഗിൾ പാരന്റ് ആണ്. 2 മക്കളാണ്. 24 വയസ്സുള്ള ഈ ഗോകുലും പിന്നെ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയും. അപ്പോൾ 2 മക്കൾക്ക് ആകെയുള്ളത് അമ്മയാണ്. ഈ അമ്മയ്ക്ക് ആകെയുള്ളത് 2 മക്കളുമാണ്. അതിൽ കുടുംബം നോക്കേണ്ട ഈ മോൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ കുട്ടി മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ബൈക്കിൽ ഒരു ലിഫ്റ്റ് കിട്ടുന്നു. അങ്ങനെ ആ കുട്ടി ആ ബൈക്കിൽ കയറി പോകുന്നു. പക്ഷേ ആ ബൈക്ക് ഓടിച്ച പയ്യൻ, അവൻ അത്ര എക്സ്പെർട്ട് ഒന്നും ആയിരുന്നില്ല. അത് വേറൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അബദ്ധം കൊണ്ട് തന്നെ ആ വണ്ടി സൈഡിൽ കിടന്ന എന്തോ കല്ലിലോ സ്ലാബിലോ തട്ടി തെറിക്കുന്നു. അതോടുകൂടി പിറകിലിരുന്ന ഈ കുട്ടി, ഗോകുൽ എന്ന് പറയുന്ന ഈ പയ്യൻ, അവൻ തെറിച്ചു പോന്നു. മറ്റേ പയ്യൻ പിന്നെ ഹാൻഡിൽ പിടിയുള്ളത് കൊണ്ടും ഹെൽമെറ്റ് ഉള്ളത് കൊണ്ടും തെറിച്ചു പോയില്ല. ഇത് കഴിഞ്ഞ് ആക്സിഡന്റ് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി ഓടിച്ച ബൈക്കിന് പേപ്പറുകൾ ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ നോക്കൂ, വിധി എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. വിധിയുടെ ആ ഒരു ക്രൂരമായിട്ടുള്ള വിളയാട്ടം എന്നുള്ളത്. കാരണം ഈ അമ്മയ്ക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഈ കുട്ടി മാത്രമാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ആ ഒരു ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറുന്നു. ആ ബൈക്കിന് ബുക്കും പേപ്പറും ഉണ്ടോ, പേപ്പേഴ്സ് ശരിയാണോ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മൾക്കൊരു ലിഫ്റ്റ് കിട്ടുമ്പോൾ. പ്രത്യേകിച്ച് ഇവരുടെ വീട് അട്ടപ്പാടിയാണ്. മണ്ണാർക്കാട് കഴിഞ്ഞ് അട്ടപ്പാടി ചുരം കയറിയിട്ടാണ് ഇവരുടെ വീട്. അതുകൊണ്ട് തന്നെ അവിടെ ബസ്സുകളൊക്കെ കുറവായതുകൊണ്ട് ഇത്തരത്തിൽ ലിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്ന സ്വഭാവമൊക്കെ നാട്ടുകാർക്ക് മൊത്തത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെറിച്ച് പോയതോടുകൂടി ഈ കുട്ടിയുടെ മുഖമടച്ചാണ് ഈ കുട്ടി വീഴുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ മുഖം വളരെ വൈകൃതങ്ങൾ നേരിടുന്ന രീതിയിലേക്ക് ആക്സിഡന്റിൽ പറ്റുന്നു. ആ കുട്ടിയുടെ കഴുത്തിന് മുകളിലോട്ടുള്ള മുഖത്തിന്റെ മൂക്കിനോട് ചേർന്നുള്ള സെന്റർ ഭാഗമായിക്കോട്ടെ, വശങ്ങളായിക്കോട്ടെ, 2 വശങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ചെന്ന് അടിച്ചത് മൂലം എല്ലാ എല്ലുകളും പൊട്ടുന്നു. താടി എല്ലടക്കം, അതുപോലെ സൈഡിലുള്ള വശങ്ങളിലുള്ള എല്ലടക്കം എല്ലാം പൊട്ടുന്നു. പൊട്ടിയതോടുകൂടി ഒരുപാട് സർജറികൾ ഇപ്പോൾ കഴിഞ്ഞു. മണ്ണാർക്കാട് മദർ കെയർ എന്ന് പറയുന്ന ആശുപത്രിയിലാണുള്ളത്. മാത്രമല്ല, ഇതിന് ഇൻഷുറൻസ് ഒരു രൂപ പോലും കിട്ടില്ല. കാരണം ഈ കുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്ത ആ പയ്യൻ ഓടിച്ച ബൈക്ക്, അതിന് പേപ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ പേപ്പേഴ്സ് മിസ്സായിരുന്നു. അത്തരത്തിൽ അതൊന്നും അറിയാതെ ഈ ഒരു നിരപരാധിയായ പയ്യന് പറ്റിയിട്ടുള്ള വലിയൊരു അപകടം ഇനി നമ്മളെപ്പോലെയുള്ള നല്ല വ്യക്തിത്വങ്ങൾ സഹായിച്ചു കൊണ്ട് തന്നെ വേണം ഈ കുടുംബത്തിന് ഈ വലിയ കടബാധ്യതയിൽ നിന്നും. കാരണം ഇപ്പോൾ തന്നെ എത്രയോ സർജറികൾ കഴിഞ്ഞു. ഇനിയും പുതിയ ഒരുപാട് സർജറികൾ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ, സുന്ദരനായിട്ടുണ്ടായിരുന്ന ആ കുട്ടിയുടെ മുഖത്തിന്റെ വൈകൃതങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒട്ടേറെ സർജറികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ പാരന്റ് ആയിട്ടുള്ള ഈ അമ്മയ്ക്ക് ഇത് കൂട്ടിയാൽ കൂടില്ല. കാരണം ഈ അമ്മ ബാലവാടി ടീച്ചറാണ്. ആ ബാലവാടിയിൽ നിന്ന്, അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം എത്ര എന്നുള്ളത് ഞാൻ വിവരിക്കാതെ തന്നെ മാന്യ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ സഹായിക്കാൻ സുമനസ്സുള്ള ആളുകൾ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നാളെ നമ്മുടെ മക്കൾക്കും ആർക്കാണ് ഇതൊക്കെ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. റോഡിൽ വെറുതെ നിൽക്കുന്ന ആളുകളുടെ ദേഹത്തോട്ട് പോലും വാഹനങ്ങൾ പാഞ്ഞു കയറിക്കൊണ്ടും അല്ലാത്ത രീതിയിലും പല രീതിയിലുള്ള അപകട മരണങ്ങളും അപകടങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഈ കുരുന്നിനെ, ഈ കുട്ടിയെ, 24 വയസ്സുള്ള ഈ അമ്മയുടെ മോനെ, ആ മോനെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണവാനായിട്ടുള്ള രൂപത്തോടു കൂടി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. കാരണം ഈ ദൃശ്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ മുഖം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള മുഖമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആ മോന്റെ മുഖം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് ബുദ്ധിക്കോ മറ്റുള്ള യാതൊന്നിനും, തലച്ചോറിനോ ഒന്നും ക്ഷതമേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മുഖത്തിന്റെ വൈകൃതം, അതുപോലെ താടി എല്ലടക്കമുള്ള, വശങ്ങളിലുള്ള എല്ലടക്കമുള്ള എല്ലാതും പഴയ രൂപത്തേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട്. ഒരുപാട് നാള് റെസ്റ്റ് ആവശ്യമുണ്ട്. ഈ അമ്മ അംഗനവാടിയിൽ പോയിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിനാണ് ഈ മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതും. ഒരു കുട്ടി പെൺകുട്ടിയാണ്. ആ കുട്ടി +2 എത്തിയിട്ടുണ്ട്. ആ കുട്ടി അങ്ങനെ വീട്ടിലിരിക്കുന്നു. അമ്മയും മോനും ഇങ്ങനെ ആശുപത്രി വാസം. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്
പാലക്കാട്ടേക്കുള്ള യാത്രയിൽ എൻ്റെ സുഹൃത്ത് ചേട്ടാ നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ, അവർക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ആവുമല്ലോ എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഒക്കെ പല ഇടങ്ങളിൽ ഈ വീഡിയോയ്ക്കിടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസിലൂടെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, ഗൂഗിൾ പേയിലൂടെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി ഗൂഗിൾ പേയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച ആ ഒരു നല്ല മനസ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസിലൂടെ ട്രാൻസ്ഫർ ആയിക്കൊണ്ട് ചെയ്തു കൊടുക്കുക എന്ന് വലിയൊരു അഭ്യർത്ഥന വെക്കുകയാണ്. ഇതിൽ കൂടുതൽ ഇനി ഞാൻ ഒന്നും പറയേണ്ടതില്ലല്ലോ, കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ എല്ലാത്തിനും സാക്ഷ്യമാണ്. നമ്മൾക്ക് ആവുന്നത് ഇതൊക്കെ തന്നെയാണ് വലിയ സഹായമായിട്ട് ചെയ്യാനാവുക. കാരണം നമ്മുടെ ചാനൽ എന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനായാലും ജീവിതമായാലും നമ്മുടെ ഈ ചാനലായാലും നാട്ടുകാർക്ക് ഉതകുന്ന രീതിയിലും അതുപോലെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ചാനലായതുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. ഇത് കണ്ടിട്ട് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതും ഇത് ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത്. 2-3 ദിവസമായി ഞാൻ ഈ ദൃശ്യങ്ങൾ എടുത്തിട്ട്, പക്ഷേ എനിക്ക് കുംഭമേളയുടെ ഈ ഒരു യാത്ര കഴിഞ്ഞ് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, നിർത്താതെയുള്ള ചുമയുള്ളത് കൊണ്ട് ഇത്രയും നേരം തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചുമയില്ലാതെ സംസാരിക്കുന്നത് തന്നെ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് വൈകിയത്. ഇനിയും വൈകാൻ പാടില്ല. ഈ അമ്മയ്ക്കും മക്കൾക്കും നമ്മൾ മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഇനി സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി ആരും വേദനിക്കേണ്ട. ഈ വീഡിയോ നിങ്ങളാൽ കഴിയുന്ന ആളുകളിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങളാൽ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ഇതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടും ആ കുടുംബത്തെ നിങ്ങൾക്ക് സഹായിക്കാനാവും. അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലയിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിൽ കിട്ടുന്നില്ലെങ്കിൽ മറ്റൊന്നിൽ ട്രൈ ചെയ്തിട്ടായാലും വേണ്ടില്ല. ഈ മക്കളെ, ഈ മോനെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ അമ്മയ്ക്കും ഇവൻ്റെ സഹോദരിക്കും ആശ്വാസമാകേണ്ട ഈ മോനെ പൂർണ്ണ ആരോഗ്യത്തോടെ ആ ഒരു വൈകൃതങ്ങളൊക്കെ മാറ്റി പൂർണ്ണ തേജസ്സോട് കൂടിയിട്ട് ആ ഒരു ഐശ്വര്യത്തോടെയുള്ള മുഖത്തോടു കൂടി തിരിച്ചു കൊടുക്കാൻ നമ്മൾക്കായി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പുണ്യം വേറെ എന്തുണ്ടെന്ന് മാത്രമേ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.